നമസ്കാരം. കൃഷി എൻ്റെ വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ അനിത തിരുമേനി. ആലപ്പുഴ ജില്ലയിൽ കലവൂരിനടുത്ത് പ്രീതളങ്ങര എന്ന സ്ഥലത്ത് താമസിക്കുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ താമര കൃഷി ചെയ്യുന്നു. അതിലൊരു നാടൻ താമരയിലാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. പിന്നെ ഹൈബ്രിഡ് താമരയിലേക്ക് മാറി. അതിലിപ്പോൾ എനിക്ക് 40ഓളം വെറൈറ്റി ഉണ്ട്. അതിൽ കുറച്ച് താമരകളെ ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇതെൻ്റെ താമരത്തോട്ടത്തിലെ സുന്ദരിയായ ഒരു താമരയാണ്. ലക്ഷ്മി എന്ന് പറയും. ലക്ഷ്മി എന്ന് വെച്ചാൽ മഹാലക്ഷ്മി. മഹാലക്ഷ്മി താമരയിൽ വസിക്കുന്നു എന്നാണല്ലോ പറയാറ്. ഇതിപ്പോൾ നല്ല സുന്ദരിയായ ഒരു താമരയാണ്. രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഇതങ്ങ് വിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ എന്താ ഒരു ഭംഗിയെന്നറിയാമോ? പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഡാർക്ക് പിങ്കാണ് ഇതിൻ്റെ കളറ്. പിന്നെ ഒത്തിരി ദിവസം നമ്മൾ ഈ ഇതളുകളൊന്നും കൊഴിയാതെ തന്നെ അങ്ങ് വിരിഞ്ഞ് നിൽക്കും. നല്ല ഭംഗിയായ താമരയാണ്. പിന്നെ വർണ്ണിക്കണ്ടല്ലോ. നല്ല അതിസുന്ദരിയായതൊരു താമര. പിന്നെ ഇതൊരു തായ്ലൻഡ് വെറൈറ്റി കൂടിയാണ്. നല്ല ഭംഗിയുള്ളൊരു താമര എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു താമരയാണ് ഇത്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലാഴി അടഞ്ഞപ്പോൾ താമരയിൽ ലക്ഷ്മി ദേവി പൊങ്ങി വന്നെന്നല്ലേ പറയുന്നത്. അപ്പം അതുപോലെ തന്നെ എനിക്കും തോന്നാറ്. രാവിലെ നല്ല സുഗന്ധമുള്ള പൂവാണിത്. ഒത്തിരി ദിവസങ്ങളിത് വിരിഞ്ഞിങ്ങനെ നിൽക്കും. ഒരു തായ്ലൻഡ് വെറൈറ്റിയാണ്. അടുത്ത താമര കർണയാണ്. നല്ല ഭംഗിയുള്ള താമരയാണ് അതും. പിന്നെ ഇതിൻ്റെ പെറ്റൽസിൻ്റെ ഭംഗി കണ്ടോ? സൈഡിലൊക്കെ ഒരു വെളുത്ത മുട്ട് പോലെ ഇരിക്കും. അതാണ് ഇതിൻ്റെ കൂടുതൽ ഭംഗി കൊടുക്കുന്നത് ഇതിന്. ഇതൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഒരു ഇന്ത്യൻ ഹൈബ്രിഡാണ്. അപ്പോൾ ഇതിൻ്റെ ഭംഗി എന്ന് വെച്ചത് കണ്ടോ, താനേ വിരിയും. ഇത് നമ്മൾ വിരിയിച്ച് കൊടുക്കണ്ട. ഇത് താനേ വിരിയും. ഒത്തിരി പൂക്കളുണ്ടാകുന്നതാണ്. നിർത്താതെ പൂക്കൾ തരും. പിന്നെ നമുക്കിതിനധികം റീപോട്ടിങ്ങിൻ്റെ ആവശ്യമില്ല. കാര്യം നമ്മളെപ്പോൾ റീപോട്ട് ചെയ്യാൻ എടുത്താലും അതിലൊക്കെ ഒരു ബഡ് ഉണ്ടാകും. ഇതിപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഭംഗി കണ്ടോ? ഇതാണ് കർണത്താമര. ഒരുപാട് പൂക്കൾ തരും.
നമ്മൾ നട്ട് ഒരു 15 ദിവസത്തിനുള്ളിൽ ഇതിന് പൂവാകും. ഇത് ബുച്ച എന്ന വെറൈറ്റിയാണ്. ഇതും നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ്. ഒത്തിരി പൂക്കളുണ്ടാകും. പിന്നെ നമ്മൾ പോട്ടനുസരിച്ചിരിക്കും. വലിയ പോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് വലിയ പൂക്കളായിരിക്കും. ഇതും ഒരു തായ്ലൻഡ് വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ്. ഓരോ സ്റ്റാൻഡിങ് ലീഫിനും ഓരോ മുട്ട് വരും. ഇത് കണ്ടോ, ഇത് വിരിഞ്ഞൊരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ ഒരു പിങ്ക് ഷെയ്ഡ് വരും. ആദ്യം തന്നെ ഡാർക്ക് പിങ്കാണ്. ഇതിൻ്റെ ഒരു നടുക്ക് ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ. ഒത്തിരി പൂക്കൾ വരും. ഇതും ഒരു തായ്ലൻഡ് വെറൈറ്റി തന്നെയാണ്. പിന്നെ വെച്ചാൽ ഇതിൻ്റെ ഭംഗി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ നമ്മൾ വിരിയിച്ച് കൊടുക്കണ്ട, താനെ ഇതങ്ങ് വിരിയും. ഒത്തിരി മുട്ടുകളുണ്ടാവും. ഇത് കണ്ടോ. പിന്നെ ഇതിൻ്റെ ഇലയാണ് ഇതിൻ്റെ ഭംഗി. ഇത് കണ്ടോ, ഒത്തിരി മുട്ടുണ്ട് ഇതിനകത്തൊക്കെ. ഇതാണ് മൂന്നാമത്തെ ഇനം താമര, ബുച്ച. ഇനി എൻ്റെ അടുത്ത താമരയെ പരിചയപ്പെടാം. വാട്സാന എന്ന് പറയും. ഇതാണ് വാട്സാന. നല്ല ഭംഗിയാണ് ഇത്. ഇതുപോലെ ഒത്തിരി ദിവസം വിരിഞ്ഞ് എന്നൊക്കെ കൊഴിയാതെ തന്നെ നിൽക്കും. ഒത്തിരി വലിയ പൂക്കളാണ്. ഇതാണ്ടോ, നല്ല വലിയ പൂവാണ്. ഒത്തിരി മുട്ടുകൾ വരും. ഓരോ സ്റ്റാൻഡിങ് ലീഫിനും ഓരോ മുട്ടാണ്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ അതിസുന്ദരിയായ ഒരു താമര. ഇതെൻ്റെ താമരത്തോട്ടത്തിലെ തമോ എന്ന സുന്ദരിയാണ്. ഇതിന് താമരയിലെ രാജ്ഞി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അത്ര ഭംഗിയാണ്. ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലവറാണ്, അതുകൊണ്ടാണ് ഇച്ചിരി ചെറുപ്പമായി പോയത്. ഒത്തിരി വലിയ പൂക്കൾ തരുന്നൊരു, ഒരുപാട് ദിവസം ഇതുപോലെ വിരിഞ്ഞ് നിൽക്കും. നമ്മൾ നട്ട് ഒരു 10-20 ദിവസം ആകുമ്പോൾ തന്നെ ഇതിന് മുട്ട് വരും. ഒത്തിരി മുട്ടുകളുണ്ടാകും. പിന്നെ ഒരുപാട് ദിവസം ഇതിനെ കൊഴിയാതെ നിൽക്കും. പിന്നെ ഇതിന് ട്യൂബർ കുറവാണ്. കാര്യം ഇതിങ്ങനെ എപ്പോഴും പൂവിട്ടുകൊണ്ട് നിൽക്കും. ട്യൂബർ കിട്ടാൻ വലിയ പാടാണ് ഇതിന്. നല്ല ഭംഗിയാണ്. പക്ഷേ ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ടാണ് ഇച്ചിരി ചെറുതായിപ്പോയത്. വലിയ പൂക്കൾ വരും. ഇത് കണ്ടോ, അതേ കുട പിടിച്ച് നിൽക്കുന്ന പോലെ നിൽക്കുന്നത് കണ്ടോ. എല്ലാ ഇതൊക്കെ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. തമോ. ഇത് എൻ്റെ വെള്ളത്താമര എന്ന് പറയും, വൈറ്റ് പിയോണി. ഒത്തിരി പൂക്കളുണ്ടാകും. ഇത് കണ്ടോ, നട്ടൊരു 20 ദിവസത്തിനുള്ളിലുള്ള മുട്ടാണ് ഈ കാണുന്നത് മൊത്തം. ഒരുപാട് ദിവസം ഇതും വിരിഞ്ഞ് നിൽക്കും. ഇത് നമ്മൾ കുറച്ച് കഴിയുമ്പോഴൊന്ന് വിരിയിച്ച് കൊടുത്താൽ മതി, വിരിയാറാകുന്ന സമയത്ത്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പെറ്റൽസ് ഒന്നും ഭംഗിയോടെ നിൽക്കത്തില്ല. താനേ വിരിയും, പക്ഷേ എങ്കിലും നമ്മൾ വിരിയിച്ച് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയിൽ നിൽക്കും. ഒത്തിരി പൂക്കളാണ്. ഇത് കണ്ടോ, ഇത് 10-20 ദിവസത്തിനുള്ളിലുള്ള പൂവാണ് ഇതെല്ലാം. ഒരുപാട് മുട്ടുണ്ടാകും. ഒരു ചുവട്ടിൽ തന്നെ ഒരെണ്ണത്തിൽ തന്നെ ഒരു 8ഓളം മുട്ട് നിൽപ്പുണ്ട് ഇപ്പോൾ തന്നെ. ഇത് ഞങ്ങളുടെ മുന്തിരിത്തോട്ടത്തിലെ ഗ്രീൻ ആപ്പിൾ എന്ന സുന്ദരിയാണ്. ഇതും ഒരു തായ്ലൻഡ് വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് ഇതിന്. പിന്നെ നമ്മൾ വിരിയിച്ച് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്നങ്ങ് വിരിയാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്നങ്ങ് ഒറ്റ ദിവസം കൊണ്ട് പൊട്ടി വിടർന്ന് പിറ്റേന്നങ്ങ് കൊഴിഞ്ഞു പോകും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഈ ഗ്രീൻ ആപ്പിളിന്. അപ്പോൾ വിരിയിച്ച് കൊടുത്താൽ കുറച്ച് ദിവസമൊക്കെ അങ്ങ് നിന്നോളും. നല്ല ഭംഗിയല്ലേ. നടുക്കൊരു പച്ച ഷെയ്ഡുണ്ട് ഇതിന്, കണ്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതാണ് ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്നത്. ഇത് ഞങ്ങളുടെ താമര തോട്ടത്തിൽ സുന്ദരിയായിരുന്നു.
രക്ഷങ്കായി എന്നുള്ളൊരു താമരയാണ്. ഇത് നല്ല ഭംഗിയാണ്. നമ്മൾ വിരിയിക്കാൻ പാടില്ല ഇതിനെ. വിരിയിച്ചു കൊടുത്താൽ അതിൻ്റെ ഭംഗി പോയി. പിന്നെന്ന് വെച്ചാൽ ഇത് വെയിലായി കഴിഞ്ഞാൽ ഇതങ്ങ് അണഞ്ഞിങ്ങി വരും. കാര്യം അധികം ചൂടടിക്കാൻ പറ്റും ഇതിന്. പിന്നെ ചിലർ പറയുന്നത് ഇത് ചെന്താമര എന്നൊക്കെ പറയും. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. എനിക്കിഷ്ടമുള്ളൊരു പൂവാണ്. സിംഗിൾ പെറ്റൽസാണ്. ഒരുപാട് ദിവസം നിൽക്കത്തില്ല, 2 ദിവസം കൊണ്ടങ്ങ് കൊഴിഞ്ഞു പോകും. അത്യാവശ്യം 20 ഇഞ്ചിൻ്റെ ഒരു പോട്ടാണ്. എല്ലുപൊടി 1/4 കിലോയോളം എല്ലുപൊടി നമുക്ക് എടുക്കണം. 2 പിടി. ഗ്രാം ട്യൂബർ. ഇത് ഇങ്ങനെ വെക്കാൻ പാടില്ല. ഇതാണ് ഇതിന്റെ വശം. ഒരു വശം നോക്കിയിട്ട് വെക്കുക. ഇതാണ് ട്യൂബർ. നമ്മളിത് നട്ടു കൊടുക്കാൻ പോകും. ഇതുണ്ട്, ഇത് ഗ്രോത്ത് ടിപ്പ് എന്ന് പറയും. ഇത് നമ്മുടെ ഈ സാധനം ഇതാണ് നമ്മൾ വളർന്നു പോകുന്ന ഇത് റൂട്ട്. അപ്പോൾ അത് മണ്ണിനടി പോകരുത്. അത് നമ്മുടെ മണ്ണിന് മുകളിലായിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സൈഡ് കൊണ്ടുവന്ന് നടുക്കോട്ട് കയറ്റി വെക്കരുത്. ഇങ്ങനെ ആകാവുള്ളൂ. ഒരു ചാല് പോലെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. കണ്ടോ? ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ മണ്ണ് അത്ര ആഴത്തിൽ പോകാൻ പാടില്ല. അവിടെ പോകാൻ പാടില്ല. അതിലേക്ക് അങ്ങനെ ഇലയ്ക്കൊന്നും ഒരു കുഴപ്പവും വരാത്ത രീതിയിൽ നമ്മൾ കണ്ടോ. പിന്നെ ഇതിങ്ങനെ ഒരിക്കലും നടുക്ക് വെക്കരുത്. നടുക്ക് നമ്മൾ വെക്കേണ്ടത് സെറ്റാക്കി ഒന്നും ചെയ്യാനില്ല. ഇനി ഈ ഇല നടുക്ക് വെച്ച് കൊടുക്കുക. വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുള്ളൂ. നമ്മൾ നേരിട്ട് വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ചെളിയൊക്കെ അങ്ങ് ഇളകും, പൊങ്ങി വരും. ഉണ്ടോ? ഇലപ്പുറത്താകുമ്പോൾ നല്ല രീതിയിൽ പൊയ്ക്കോളും. കണ്ടോ? അത്യാവശ്യം ഒരു പകുതിക്ക് വെള്ളം നിറച്ചിട്ട് വെച്ചാൽ മതി. പിന്നെ കണ്ടോ, ഈ ഇലയൊക്കെ നമ്മളിങ്ങനെ നല്ലപോലെ നേരെ ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേസ്.